ഓം ശാന്തി. നമ്മൾ ഓം നിവാസിലെ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ വിശേഷതകൾ, അവർ പ്രത്യേകിച്ചും ബാബ അവരെ കടൽക്കരയിലേക്ക് കൊണ്ടുപോയി മെഡിറ്റേഷൻ ചെയ്യിക്കുന്ന സമയത്ത് അവരുടെ മെഡിറ്റേഷൻ്റെ ഗഹനമായ അനുഭൂതിയെക്കുറിച്ചാണല്ലോ ലാസ്റ്റ് കേട്ടിരുന്നത്. ഇനി നമുക്ക് ബാക്കി കേൾക്കാം. അതിരാവിലെ ഇപ്രകാരം കടൽക്കരയിൽ പോയി വാക്കിങ്ങും മെഡിറ്റേഷനും എല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് തിരിച്ചു പോകുന്ന ഈ കുട്ടികൾ കർമ്മയോഗത്തിൽ പങ്കെടുത്തു. എന്തൊക്കെ കർമ്മ യോഗ പ്രോഗ്രാം അവർക്കുണ്ടായിരുന്നു, എന്തൊക്കെ കർമ്മണ സേവനങ്ങൾ അവർ ചെയ്തിരുന്നു. മുറികൾ അടുക്കും ചിട്ടയായും സൂക്ഷിക്കുവാൻ, കിടക്കകൾ ശ്രദ്ധയോടെ വിരിച്ചിടാനും, കുളിമുറികൾ കഴുകി വൃത്തിയാക്കാനും, വസ്ത്രങ്ങൾ അലക്കാനും അവർ ശ്രദ്ധിച്ചു. ചെറിയ കുട്ടികളാണ്. അവരവർ താമസിക്കുന്ന മുറി വൃത്തിയാക്കുക, കുളിമുറി വൃത്തിയാക്കുക, അവരവരുടെ ഡ്രസ്സ് അലക്കി ഉണക്കുക, ഇതെല്ലാം. നമ്മൾ നമ്മുടെ വീടുകളിൽ മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. നമ്മളും ആലോചിക്കണം, നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാറുണ്ട്. അയ്യോ മോനെ ചെയ്യണ്ട, അമ്മ ചെയ്തോളാം, അച്ഛൻ ചെയ്തോളാം. കുഞ്ഞുനാൾ മുതൽ, കൈകാലുകൾക്ക് പ്രാപ്തിയാകുന്നത് മുതൽ അവരവരുടെ കാര്യം അവരവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങണം. അതാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹം. അല്ലാതെ കുട്ടി 20 വയസ്സായാലും നമ്മൾ വായിൽ ഉരുട്ടി കൊടുക്കുന്നതല്ല സ്നേഹം. അവരുടെ കവിളിൽ പിടിക്കുന്നതല്ല സ്നേഹം. സ്നേഹം എന്താണ്? അവരെ സെൽഫ് സ്റ്റാൻഡാക്കി വിടുക, സ്വയം പര്യാപ്തരാക്കുക. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ അവർ സ്വാശ്രയശീലം അവർക്ക് വളരും. ജീവിതത്തിൽ ഏത് സാഹചര്യത്തെയും ക്രോസ് ചെയ്യാൻ അവർക്ക് എളുപ്പമാണ്. കുട്ടികൾക്കൊരു ഹോസ്റ്റലിൽ പോയി നിൽക്കേണ്ടി വന്നാലും, അല്ലെങ്കിൽ മറ്റൊരു കുടുംബത്തിലേക്ക് പോയാലും, ജോലി സ്ഥലത്ത് എവിടെയെങ്കിലും ജോലി കിട്ടിപ്പോയാലും, എവിടെ പോയാലും അവരവരുടെ കാര്യങ്ങൾ നോക്കാനും, സ്വന്തം കാലിൽ നിൽക്കാനും, സ്വയം വയ്ക്കാനും കഴിക്കാനും, ഒരു സ്ഥലത്ത് പോയാലും അടുക്കും ചിട്ടയുമുള്ളൊരു ജീവിതം നമ്മൾ കുട്ടിക്കാലം മുതൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ ആ ട്രാക്കിൽ വളർത്തിയെങ്കിൽ അതാണ് ഒരു മാതാപിതാവിന് തൻ്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാലന. ബ്രഹ്മബാബ അതാണ് ചെയ്തത്. കുട്ടികളെ വളർത്തിയർത്ഥം നമ്മൾ കേട്ടിട്ടുണ്ട്, ബാബ വളരെയധികം സ്നേഹിച്ചു. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ബാബയുടെ സ്നേഹം ഇപ്രകാരമായിരുന്നു, കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതായിരുന്നു. എല്ലാം തന്നെ അവർ വളരെ വെടിപ്പായി ചെയ്തു. വൃത്തിയോടുകൂടി അടുക്കും ചിട്ടയോടും കൂടി എല്ലാം ഈ കുട്ടികൾ ചെയ്തിരുന്നു. കുട്ടികളിൽ വളർന്നു വന്ന ഈ അനർഘമായ സ്വഭാവവിശേഷതകൾ സന്ദർശകരെ ആനന്ദഭരിതരാക്കി. ഇത്രയും ചെറിയ ചെറിയ കുട്ടികൾ ഇത്രയും അടുക്കും ചിട്ടയോടും കൂടി ജീവിക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ്. ഇപ്രകാരം ബാബയുടെ യജ്ഞത്തിൽ ഇൻഡോറിൽ ഒരു ഹോസ്റ്റലുണ്ട് പെൺകുട്ടികൾക്കുള്ള. അവിടെ 6ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് പഠിക്കാം. അവിടെ നമ്മുടെയും ചിറ്റൂരിലൊരു കുട്ടി പഠിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു ബാബയുടെ ഹോസ്റ്റലാണ്, ശക്തി നികേതൻ എന്ന പേരിൽ. ഒരു 100-150ഓളം കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ സിസ്റ്റർ പോയി കണ്ടിരുന്നു. ഈ വർണ്ണിക്കുന്നത് പോലെ ബാബ എങ്ങനെ ഓംനിവാസിൽ കുട്ടികളെ തയ്യാറാക്കിയോ അതേപോലെയാണ് അവിടെ കുട്ടികൾ. വലിയ കുട്ടികൾ ചെറിയ കുട്ടികളെ നോക്കും. ചെറിയ കുട്ടികൾ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അവിടെ ആരും സേവനത്തിന് വേറെ സേവാധാരികൾ ആരുമില്ല. അവിടെ താമസിക്കുന്ന ഈ കുട്ടികൾ തന്നെയാണ് അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതും സെർവ് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും. കേവലം നിമിത്തം മാത്രം കോർഡിനേറ്റേഴ്സായിട്ട് 3-4 സിസ്റ്റേഴ്സ് ഉണ്ട്, അത്രയേ ഉള്ളൂ. വേറെ ഈ 150 പേരുടെ സേവനത്തിന് ആരുമില്ലേ. 150 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സേവാധാരികളാണ്. വളരെ വണ്ടർഫുൾ സീനാണ് നമ്മളവിടെ പോയി കാണുകയാണെങ്കിൽ. ഈ കുട്ടികൾ തന്നെ എല്ലാ ടോളികളും ഉണ്ടാക്കും,
എല്ലാ ആഹാരവും ഉണ്ടാക്കും, എല്ലാം ചെയ്യും. സ്കൂളിലും പോവും, പഠിക്കുകയും ചെയ്യും, പഠിപ്പിക്കുകയും ചെയ്യും. ഒന്നാന്തരമായിട്ട് പാടും, ഡാൻസ് ചെയ്യും. അവർ ചെയ്യാത്ത ഒരു കാര്യങ്ങൾ സർവകലാവല്ലഭന്മാരാക്കി കുട്ടികളെ വളർത്താണ്. കേവലം സിസ്റ്റേഴ്സ് ഗൈഡൻസ് നൽകുന്നു എന്ന് മാത്രം. ബാക്കി എല്ലാ കാര്യങ്ങളും അവരെ സ്വയം പര്യാപ്തരാക്കി വളർത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഹോസ്റ്റല് ഇൻഡോറിലുണ്ട്. അപ്പോൾ ബാബ ഇത് ഓംനിവാസിൽ നടത്തിയ അതേപോലെയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ആഹാരം കഴിക്കാനുള്ള സമയമാകുമ്പോൾ ഓരോരുത്തരും ശാന്തരായി ഡൈനിങ് ഹാളിലെത്തി വരിയായിട്ടിരിക്കും. ഭക്ഷണം എല്ലാവർക്കും കിട്ടിയതിന് ശേഷമേ അവർ കഴിക്കാൻ തുടങ്ങുള്ളൂ. കുട്ടികളിൽ ഉണ്ടാക്കിയിരുന്ന ഡിസിപ്ലിൻസ്. ആഹാരം കഴിക്കുമ്പോൾ തികഞ്ഞ നിശബ്ദത അവർ പാലിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ ആരും സംസാരിക്കുമായിരുന്നില്ല. ഇന്നു മുതൽ നമ്മളെല്ലാവരും, നമുക്കറിയാം ബാബയുടെ ഓർമ്മയിലാണ് കഴിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മൾ നമ്മുടെ കൂടെ ടേബിളിൽ ആരൊക്കെ ഉണ്ടോ സംസാരിക്കും അല്ലേ. അപ്പോൾ ബാബയുടെ ഈ സ്മൃതി മാസത്തോടനുബന്ധിച്ച് ഓരോ ദിവസവും അതിദേവൻ വായിക്കുമ്പോൾ ഓരോ ജീവിതധാരണകളും മിനിമം നമുക്ക് മുറുകെ പിടിക്കണമെന്ന ലക്ഷ്യം വെച്ച് കേൾക്കണം. അപ്പോൾ ഇന്ന് കേൾക്കുന്നതിൽ നിന്ന് ഈ ഒരു പോയിൻ്റ് മിനിമം എടുക്കുക. ഭക്ഷണം കഴിക്കുന്നിടത്ത് ഇന്ന് മുതൽ ഞാൻ എന്ത് കഴിക്കുകയാണെങ്കിലും കുടിക്കുകയാണെങ്കിലും നിശബ്ദതയിൽ ചെയ്യും. എന്ത് സംസാരിക്കണമോ അത് കഴിച്ചതിന് ശേഷം. ആ ഒരു ലക്ഷ്യം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ചെടുക്കാം. ഈശ്വരൻ്റെ ഓർമ്മയിലിരുന്ന് വേറൊന്നിലും ശ്രദ്ധിക്കാതെ സാവധാനം അവർ ആഹാരം കഴിച്ചു. അപ്പോൾ എന്താ ഗുണം? നമ്മൾ സംസാരിക്കാതിരുന്ന് കഴിച്ച ഒന്ന്, ബാബ എൻ്റെ കൂടെയുണ്ട്, ബാബ എന്നെ കഴിപ്പിക്കുകയാണ്. ആ ഓർമ്മയിൽ കഴിക്കാം. വായടച്ചിരിക്കുമ്പോൾ എന്താവും? നന്നായി നമ്മൾ ചവച്ചരയ്ക്കും ഭക്ഷണം അല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ ഭക്ഷണം ശരിക്ക് ചവയ്ക്കാൻ പറ്റില്ല. നന്നായി ചവച്ചരയ്ക്കാത്ത ഭക്ഷണം വയറ്റിപ്പോയാൽ ശരിയായിട്ട് ദഹനം നടക്കില്ല. പറയാറുണ്ടല്ലോ, ഭക്ഷണത്തിൻ്റെ 3/4 ദഹനം വായിൽ തന്നെ നടക്കണം. ബാക്കി ചെയ്യാനുള്ള കപ്പാസിറ്റിയെ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്കുള്ളൂ. പലപ്പോഴും നമ്മൾ വായിൽ വെച്ച് ഉമിനീര് ചേർത്ത് ഭക്ഷണം നന്നായി ചവച്ചരയ്ക്കാത്തത് കാരണമാണ് നമുക്ക് പലപ്പോഴും ഗ്യാസ് പ്രോബ്ലംസും മറ്റ് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന. വയറ്റിലെ പല അസുഖങ്ങൾക്കും അതൊരു മുഖ്യ കാരണമാണ്. പിന്നെ ബാബയുടെ കുട്ടികളായി നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണുമോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുകയോ ഇതൊന്നും ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പേപ്പർ വായിക്കുകയോ ഇതൊന്നും അതിൻ്റെ ഇടയിൽ കൂടി ചെയ്യില്ല. ഈ ധാരണകൾ ഒരു പക്ഷേ നമുക്ക് നേരത്തെ ബാബയുടെ കുട്ടികളായി കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എങ്കിലും പിന്നെ നമ്മൾ ലൂസാകുന്നത് ചിലപ്പം സംസാരിക്കുന്ന കാര്യത്തിലാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് ബാബയുടെ ഈ കൊച്ചുകുട്ടികൾ, ഓംനിവാസിലെ കുട്ടികളിലെ ഈ ധാരണ ഉണ്ടായിരുന്നു. അപ്പം നമുക്കെല്ലാവർക്കും ഇന്നു മുതൽ ഈ ഒരു ധാരണ ഈ വർഷത്തെ ജനുവരി 18 ഓർമ്മയോടനുബന്ധിച്ച് ഈ ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ നല്ലപോലെ നമുക്ക് ഉറപ്പിക്കാം. ഇത് നമ്മുടെ ജീവിത ധാരണയാക്കി നമുക്ക് മാറ്റാം. കളികൾക്കുള്ള സമയമാകുമ്പോൾ ഒളിച്ച് കളിക്കുക, കസേര കളിക്കുക, ബാഡ്മിൻ്റൺ കളിക്കുക, ഉത്സാഹത്തോടെ അവർ അതിൽ പങ്കെടുക്കുമായിരുന്നു. ജീവിതത്തെ ഒരു കളിയായി നേരിടുക, ഈ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിരുന്നു ബാബ ശ്രദ്ധിച്ചിരുന്നത്. ജീവിതത്തെ മുഴുവൻ ഒരു കളിയായിട്ട് വളരെ ലൈറ്റായിട്ട് ഭാരരഹിതരായിട്ട് ജീവിതം ജീവിക്കാൻ കുട്ടികളെ ബാബ പ്രാപ്തനാക്കിക്കൊണ്ടിരുന്നു. കാരണം കുട്ടികൾ അവിടെ പഠിപ്പിച്ചിരുന്ന ടീച്ചർമാർക്ക് ട്രെയിനിങ് വേറെ കൊടുത്ത് ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആരെ ട്രെയിനിങ് എല്ലാം കൊടുത്തിരുന്നത്? ബ്രഹ്മബാബ. ബാബയാണ് രാവിലെ മുതൽ വൈകുന്നത് വരെ ഓരോ ദിവസവും കുട്ടികൾക്ക് എന്തെന്ത് പഠിപ്പിച്ചു കൊടുക്കണം, അവർക്കുള്ള സിലബസും അവരുടെ ലൈഫ് ഏത് തരത്തിൽ രൂപപ്പെടുത്തണം, ഇതെല്ലാം ത്രികാലദർശിയായ ബാബ ശിവബാബ ത്രൂ ബ്രഹ്മ നൽകുന്ന ഡയറക്ഷൻസിനനുസരിച്ചാണ് ബാബ അവിടെ ചിട്ടപ്പെടുത്തി കൊടുത്തു. അത് ദാദിമാർ ചെയ്തു.
അസ്തമയ സമയമാകുമ്പോൾ ഈവനിങ്ങിൽ ധ്യാനത്തിനുള്ള സമയമായാൽ കുട്ടികളെല്ലാം ഉടൻ തന്നെ അതിന് തയ്യാറാക്കും. വരാന്തകളിൽ നിരനിരയായി ശാന്തരായിരുന്ന അവർ പരമാത്മാവിൽ നിന്ന് പ്രകാശവും ശക്തിയും തങ്ങളിലേക്ക് നിറച്ചു. ലൈറ്റും മൈറ്റും നിറയ്ക്കും. രാത്രിയിൽ ഒരു പ്രത്യേക പാട്ട് ഉച്ചഭാഷണിയിൽ കൂടി കേൾപ്പിക്കും. എല്ലാവർക്കും കേൾക്കുന്ന പോലെ പാട്ട് വയ്ക്കും. ആ പാട്ട് ഉറങ്ങാനുള്ള സമയമായി എന്ന് അറിയിപ്പാണ്. സൂര്യ രാജകുമാരി എന്നുള്ള പാട്ട് വയ്ക്കും. അത് കേട്ടിട്ടാണ് എല്ലാവരും ഉറങ്ങുക. ജാഗ് സജിനിയാം ജാഗ് എന്ന് പറയുന്ന പാട്ടുണ്ട് രാവിലെ എഴുന്നേക്കാൻ. അങ്ങനെയാണ് ബാബ ഉറക്കുകയും ഉണർത്തുകയും ചെയ്തിരുന്നത്. ക്ഷേത്രങ്ങളിൽ എങ്ങനെയല്ലേ, ദേവന്മാരെ ഉണർത്താൻ പാട്ടുണ്ട്, ഉറക്കാൻ പാട്ടുണ്ട്. അതേപോലെ ബാബ ഭാവിയിലെ ദേവീ ദേവതകളായിട്ടുള്ള ആ കുഞ്ഞുങ്ങളെ, കാരണം ബാബ അവരെ കുട്ടികളായിട്ടല്ല കണ്ടേ, ആത്മാവ് ദൈവാത്മാക്കളാണ്. അതുകൊണ്ടാണല്ലോ ബാബയുടെ അടുത്ത് എത്തിയത്, യജ്ഞത്തിലെത്തിയത്. അപ്പം ബാബ അവരുടെ ഭാവി സ്വരൂപത്തെ, ദൈവസ്വരൂപത്തെ കണ്ടുകൊണ്ട് ദൈവീകമായ രീതിയിലാണ് കുഞ്ഞുങ്ങളുടെ പരിപാലന ചെയ്തിരുന്നത്. ആ പാട്ടിൻ്റെ അലകൾ അന്തരീക്ഷത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കെ ഭാവിയിലെ ആ രാജകുമാരന്മാരും രാജകുമാരികളും അതിശാന്തവും ഗാഠവുമായ നിദ്രയിലേക്ക് പ്രവേശിക്കും. പ്രഭാതത്തിൽ വേറൊരു പാട്ട് ഉണർത്തുന്നതുവരെ അവരുറങ്ങും. രാവിലെ ഉണരാനും പാട്ടുണ്ട്. ഈ പാട്ട് കേട്ട് അതിയായ സന്തോഷത്തോടു കൂടി ഉണരുന്ന കുട്ടികളുടെ ബാബയോടൊത്തുള്ള കർമ്മനിരതമായ പുതിയൊരു ദിവസം ആരംഭിക്കുകയായി. രാവിലത്തെ പാട്ട് കേട്ട് ഉണർന്ന് പുതിയ ദിനചര്യ തുടങ്ങും. ഗുൽജാർ ദാദി ഒരു ദിവസം പറഞ്ഞു, രാത്രി ഈ പാട്ട് ഇടും, അത് കേട്ടവർ കിടക്കയിൽ തയ്യാറാകും. ഓരോരുത്തർക്കും കിടക്കാനുള്ള കിടക്കയുടെ കൂടെ കൊതുക് വലയുണ്ടാവും. കൊതുക് വലയ്ക്കുള്ളിൽ കുട്ടികളെ ഇരുന്ന് ഈ ഒരു പാട്ട് തീരുന്നത് വരെ യോഗം ചെയ്യണം. അപ്പോൾ ബാബ വരും. ബാബ വന്നിട്ട് ആ കൊതുക് വലയ്ക്കുള്ളിലൂടെ കൈയിട്ടിട്ട് ഓരോ കുട്ടികൾക്കും കയ്യിൽ കൈ കൊടുത്ത് ദൃഷ്ടി കൊടുക്കും. അങ്ങനെ കയ്യിൽ കൈ കൊടുത്ത് ദൃഷ്ടി കൊടുത്ത് ബാബ ഗുഡ് നൈറ്റ് പറയും. ഓരോ കുട്ടികളുടെ അടുത്തും പോകും ബാബ. എന്നിട്ടാണ് അവർ ഉറങ്ങുക. അപ്പോൾ ബാബ ആ രീതിയിലാണ് വളർത്തിയിരുന്നത്. എന്നിട്ട് പാട്ട് തീരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഉറങ്ങിക്കൊള്ളണം. പിന്നെ ആരും ശബ്ദിക്കില്ല രാവിലത്തെ പാട്ട് വരെ. നമ്മുടെ വീട്ടിലും നമ്മൾ നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം അല്ലേ, ഇതിലൂടെ ബാബ നല്ല പ്രേരണ നമുക്ക് നൽകുകയാണ്. ഓരോ ദിവസവും ബാബയുടെ അടുത്ത് നിന്ന് നമുക്ക് ഓരോ പ്രേരണകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടുകളിലും നമുക്കിത് ഫോളോ ചെയ്യാം. ഇനി ഇങ്ങനെ സ്കൂള്, ബാബയുടെ ബോർഡിംഗ് സ്കൂള് നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിൽ ആൾക്കാർ വെറുതെ ഇരിക്കില്ലല്ലോ. ഏതെങ്കിലുമൊക്കെ തരത്തിൽ എങ്ങനെ നല്ല കാര്യം നടക്കുന്നതിനെ മുടക്കാം എന്ന് വിചാരിക്കുന്നവരും ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്തോ ശരിയായിട്ടല്ല നടക്കണമെന്ന് തെളിയിക്കാൻ വേണ്ടി, പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ മിന്നൽ പരിശോധനയ്ക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വരുമായിരുന്നു, അറിയിക്കാതെ. ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾക്ക് കേൾക്കാം. പരിശോധനകൾ. ഓം മണ്ഡലി കുട്ടികൾക്ക് വേണ്ടി പുതിയ ബോർഡിംഗ് സ്കൂൾ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നാട്ടുകാരറിഞ്ഞു. അതേപ്പറ്റി കിംവദന്തികളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരുടെ സമൂഹത്തിൽ വ്യാപിക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ചും പലതരത്തിലുള്ള അനാവശ്യങ്ങൾ പറഞ്ഞു പരത്തിയവരുണ്ടായിരുന്നു. ഓം മണ്ഡലിയുടെ അധ്യാപകർ കുട്ടികളെ സന്യാസികളാക്കി മാറ്റുന്നു എന്ന് ചിലർ ആരോപിച്ചു. ചിലർ
കുട്ടികളെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുന്നതായും അതിനാൽ പല സ്ഥലത്തുനിന്ന് നേതാക്കന്മാർ സ്കൂളിൻ്റെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു എന്ന് കൃത്യമായി അറിയാൻ താല്പര്യം കാണിച്ച് മുൻകൂട്ടി അറിയിക്കാതെ സ്കൂളിലെത്തുമായിരുന്നു, എന്തെങ്കിലും കുറവുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി. അടുത്തുള്ള സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികൾ, വിദ്യാഭ്യാസ വിചക്ഷണർ ഇവരെല്ലാം തന്നെ ഇത്തരം മിന്നൽ പരിശോധനയ്ക്ക് എത്തുമായിരുന്നു. കുറ്റമറ്റ രീതിയിൽ വളരെ അടുക്കോടും ചിട്ടയോടും നടത്തിയിരുന്ന ആ സ്കൂളിൻ്റെ നടത്തിപ്പിൽ എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. കിംവദന്തി പ്രചരിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണല്ലോ. എന്തെങ്കിലും കുറവ് കണ്ടുപിടിക്കുക, ആ സ്കൂളിനെ ഇല്ലാണ്ടാക്കുക. കാരണം അത് ഓം മണ്ഡലിയുടെ സ്കൂളായതുകൊണ്ട്. ഓം മണ്ഡലിയോട് ആർക്ക് വെറുപ്പുണ്ടായിരുന്നു? അവർ ഓം മണ്ഡലിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇല്ലാണ്ടാക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു. പക്ഷേ ഭഗവാന്റെ ഈ ലീലകളെ മനസ്സിലാക്കാതെ പാവം മനുഷ്യർ എന്തെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞുവെങ്കിലും അവരതിൽ ബുദ്ധിമുട്ടിയതേ ഉള്ളൂ. കുട്ടികൾക്ക് നൽകിയിരുന്ന ആഹാരത്തിൻ്റെ ഗുണനിലവാരം അത് പരിശോധിക്കുമായിരുന്നു. പഠന സമ്പ്രദായങ്ങൾ, ലൗകികവും അലൗകികവുമായ വിദ്യാഭ്യാസം യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന രീതി, സാൻമാർഗിക പഠനം ഇവയെല്ലാം ശ്രദ്ധയോടെ അവർ വിലയിരുത്തി. ഇതിൻ്റെ എല്ലാം ഫലം നേരിൽ മനസ്സിലാക്കി അവർ ആശ്ചര്യസ്തബ്ധരായി. കുറവ് കണ്ടുപിടിക്കാനാണ് വന്നത്, പക്ഷേ ഇവിടെ കാര്യങ്ങൾ നടക്കുന്ന രീതി ഇത്ര ഉയർന്ന നിലവാരമുള്ളതാണെന്ന് കണ്ടപ്പോൾ ഒരു പക്ഷേ അവർ ഡയറക്റ്റ് നടത്തുന്ന സ്കൂളുകളിൽ പോലും, ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് ഗ്രാൻഡിൽ നടക്കുന്ന സ്കൂളുകൾ പോലും ഇത്രയും ഗ്രാൻഡായിട്ട് നടക്കുന്നുണ്ടാവില്ലേ. ഇങ്ങനെ പരിശോധനയ്ക്ക് എത്തിയവരെ ഓം മണ്ഡലിയിലെ അധ്യാപകർ, ദാദിമാർ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തു. ഇതുപോലുള്ള പരിശോധനകൾ നടത്തി കുട്ടികളുടെ പുരോഗതി വീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്ന് അവർ വന്നവരോട് അഭ്യർത്ഥിച്ചു. ഇടയ്ക്കിടയ്ക്ക് വരൂ പറഞ്ഞു. രഹസ്യമായി സൂക്ഷിക്കാൻ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവർക്കെന്തെങ്കിലും പറയാനുണ്ടാകുമെങ്കിൽ, ചെക്കിങ്ങിന് വന്നവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അവിടുത്തെ നന്മകളെ പറ്റി മാത്രമായിരുന്നു. മറ്റു കുട്ടികളും മറ്റ് സ്കൂളുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ബോർഡിംഗ് സ്കൂളിൻ്റെ വിശേഷതകൾ നന്മകൾ മാത്രം നിറഞ്ഞതായിരുന്നു. സ്കൂളിൻ്റെ നടത്തിപ്പ് വിജയകരമായിരുന്നെങ്കിലും ഇതെത്ര നാളിങ്ങനെ തുടരാൻ കഴിയും? അതായി പിന്നെ ഈ അധികാരികളുടെ ചിന്ത. ഇവർക്ക് യാതൊരു ഗവൺമെൻറ് സഹായവും ഇല്ലാതെ എത്ര കാലം ഇത്രയും കുട്ടികളെ എങ്ങനെ ആര് പഠിപ്പിക്കും? ഇതിൻ്റെ ചെലവ് എത്ര നാൾ വഹിക്കും? അതായി പിന്നെ അവരുടെ സംശയം. എവിടെ നിന്നും ഗ്രാൻഡൊന്നും ഇല്ലല്ലോ, കുട്ടികളുടെ വീട്ടിൽ നിന്നും ഇല്ല, പിന്നെ ഗവൺമെൻറ്റൊന്നും ഇല്ല അല്ലേ. എല്ലാം തുടക്കത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ബാബ തൻ്റെ സർവ്വസമ്പത്തും സമർപ്പിച്ചുവല്ലോ. ആ സമർപ്പിക്കപ്പെട്ട സമ്പത്തിൽ നിന്നാണ് ഈ ചെലവുകളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് സ്കൂളിൻ്റെ പേര് ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ അവർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഗവൺമെൻറ് സഹായിക്കുമല്ലോ, പൈസ കിട്ടുമല്ലോ. അല്ലെങ്കിൽ തന്നെ എത്ര നാൾ ഓം മണ്ഡലിയുടെ ഖജനാവിന് ഈ സാമ്പത്തിക ഭാരം താങ്ങാനാകും? അന്ന് ദാദി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ, 60ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേരുടെ ഇത്രയും ചെലവുകളെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ. ഇത് ഈശ്വരൻ സ്വയം നടത്തുന്ന സ്ഥാപനമാണെന്നും ഇവിടെ ഒന്നിനും ഒരിക്കലും കുറവുണ്ടാകില്ലെന്നും സർവർക്കും എല്ലാ കാലവും എല്ലാം നൽകുന്ന ഭഗവാൻ
ഈ സ്ഥാപനത്തിൻ്റെ കാര്യം നോക്കിക്കൊള്ളുമെന്നും അവരെ പറഞ്ഞു ധരിപ്പിച്ചു. ഇപ്പറഞ്ഞതിൻ്റെ ഒന്നും അർത്ഥം അവർക്ക് ശരിക്കും മനസ്സിലായില്ല. ഇത് ഈശ്വരൻ നടത്തുന്നതാണ്, ഈശ്വരൻ ഇതിനെ നടത്തിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴും അവർക്കൊന്നും മനസ്സിലായില്ല. എങ്കിലും വാദിച്ച് ജയിക്കാനും കഴിഞ്ഞില്ല. മിക്കവാറും ഈ ആളുകൾ സ്കൂൾ സന്ദർശിക്കാൻ എത്തുമ്പോൾ കുട്ടികൾ ഗാഢമായ യോഗത്തിലായിരിക്കും. ഈ മിന്നൽ പരിശോധനക്കാരൊക്കെ വരുമ്പോൾ മിക്കവാറും കുട്ടികളുടെ മെഡിറ്റേഷൻ ടൈമിലാണ് അവർ വന്നിരുന്നത്. സന്ദർശകർ അവിശ്വസനീയതയോടെ ഇതെല്ലാം നോക്കിക്കണ്ടു. ആ അന്തരീക്ഷത്തിൽ കുട്ടികളെല്ലാം ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത് കണ്ടപ്പോൾ ആ അന്തരീക്ഷത്തിൽ വ്യാപിച്ചിരുന്ന ശക്തിയുടെ തരംഗങ്ങൾ അവരെയും സ്വാധീനിക്കുന്നതായി അവരറിഞ്ഞു. ശാന്തിയും സമാധാനവും അവർക്ക് അനുഭവമായി. കുട്ടികളിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പരിശോധിക്കാൻ വന്നവർക്ക് ശാന്തിയുടെ അനുഭവമുണ്ടായി. ധ്യാന അവസ്ഥയിൽ നിന്ന് ഉണർന്ന കുട്ടികൾ, അതിൽ കുറേ കുട്ടികൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ട്രാൻസ് അവസ്ഥയിൽ പോകുമായിരുന്നു. ആ സമാധി അവസ്ഥയിൽ അവർക്കുണ്ടായ ദിവ്യമായ അനുഭൂതികൾ, ആ കാഴ്ചകളെല്ലാം അവർ വർണ്ണിച്ച് കേൾപ്പിക്കുമായിരുന്നു. ട്രാൻസ് അവസ്ഥയിൽ അവരെന്തെല്ലാം ദിവ്യ ദർശനങ്ങൾ കണ്ടു. കുറേ കുട്ടികൾക്ക് സ്വർണിമ ലോകത്തിൻ്റെ ദിവ്യ ദർശനങ്ങൾ കിട്ടിയിരുന്നു. സ്വർണിമ യുഗത്തിലെ അത്ഭുത ദൃശ്യങ്ങൾ അവർ വർണ്ണിക്കുന്നത് സത്യമല്ല എന്ന് വിചാരിക്കുവാൻ ഈ പരിശോധനയ്ക്ക് വന്നവർക്ക് കഴിഞ്ഞില്ല. കാരണം കുഞ്ഞുങ്ങളുടെ വായിൽ കൂടി നുണകൾ ഇത്തരത്തിൽ പുറത്തു വരാൻ ഇടയില്ലല്ലോ. കൊച്ചുകുട്ടികളല്ലേ, അപ്പം അവർക്ക് നുണ പറയാൻ പറ്റില്ല ഞങ്ങൾ കണ്ട കാഴ്ചകൾ എന്നവർക്ക് ബോധ്യമായി. ഈ കുട്ടികളിൽ കണ്ട അസാധാരണമായ പക്വതയും അവരെ ആശ്ചര്യപ്പെടുത്തി. കുട്ടികളുടെ പെരുമാറ്റം, കാരണം ബാബയുടെ യജ്ഞത്തിലെ കുട്ടികളുടെ പ്രത്യേകത അതായിരുന്നു. അവരുടെ ദൃഷ്ടി, അവർ നിൽക്കുന്നത്. സാധാരണ കുട്ടികളെന്ന് പറഞ്ഞാൽ ആകെ കൈയും കാലുമൊക്കെ ചഞ്ചലയാക്കി, അല്ലെ കുറച്ച് നാണം കുണിങ്ങിയും ലജ്ജ കാണിച്ചും ഗോഷ്ഠി കാണിച്ചുമൊക്കെയാണ് പൊതുവേ കുട്ടികളുടെ ഒരു പെരുമാറ്റം. കാരണം ദേഹാഭിമാനം എത്ര കൂടുതലാണോ അത്രത്തോളം ചഞ്ചല ചിത്തരായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കും. ആകെ ചൂളി ഒക്കെയാണല്ലോ നിൽക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. മുഖം കൊണ്ട് കുറേ ആക്ഷനും കൈയും കാലും ഒക്കെ ഒരുമാതിരത്തെ ആക്ഷനൊക്കെ കാണിക്കുമല്ലോ കുട്ടികളാകുമ്പോൾ പൊതുവെ. പക്ഷേ ഇവിടുത്തെ കുട്ടികളിൽ കണ്ട പക്വത എന്താ കാരണം? ആദ്യ ലെസൺ ബാബ പഠിപ്പിച്ചത് ആത്മാവാണ്. ആത്മാവ് ശാന്ത സ്വരൂപമാണ്. അങ്ങനെ അവർ പരസ്പരം ആത്മീയ ദൃഷ്ടിയിൽ പെരുമാറാൻ പഠിച്ചത് കാരണം എന്തായി? അവരുടെ കർമ്മേന്ദ്രിയങ്ങൾ താനെ ശീതളവും ശാന്തവും ആക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആത്മീയമായ പരിപക്വത വളരെയധികം, ചെറിയ കുട്ടികളാണെങ്കിലും വൈകാരിക പക്വത വരാൻ തുടങ്ങിയവർക്ക് അതീ വന്നവരെ ആശ്ചര്യപ്പെടുത്തി. ഇത്രയും ചെറിയ കുട്ടികൾക്ക് എങ്ങനെ ഈ സ്വാശ്രയശീലം കൈവന്നു? കുട്ടികളെല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്ക് അത്ഭുതമായി. ഈ അച്ചടക്ക ബോധം എവിടെ നിന്ന് കിട്ടി? പരസ്പരം ഇത്രയും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി എങ്ങനെ ഇവർക്ക് പെരുമാറാൻ സാധിക്കുന്നു? ഇത്രയും കുട്ടികൾ അടിപിടിയും കടിപിടിയൊന്നും ഇല്ലാതെ എങ്ങനെ ഇരിക്കുന്നു? ഒരു വീട്ടിൽ നമുക്കറിയാം 2 കുട്ടികളുണ്ടെങ്കിൽ തന്നെ അല്ല അച്ഛനമ്മമാർക്ക് മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ പേരക്കുട്ടികളെ മാനേജ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ 50-60 കുട്ടികൾ പല വീടുകളിൽ നിന്ന് വന്നവർ ഒരുമിച്ച് വഴക്കില്ലാതെ സ്നേഹത്തോടെ എങ്ങനെ സൗഹൃദത്തോടു കൂടി അവർ പെരുമാറുന്നു. പഠിപ്പിൽ ഇത്രയും ശ്രദ്ധ വയ്ക്കാനും ഇത്രയധികം സമയം ധ്യാനത്തിലിരിക്കാനും ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? ഇതൊക്കെയായിരുന്നു മിന്നൽ പരിശോധനയ്ക്ക് വന്നവരുടെ അത്ഭുതപ്പെടുത്തിയ ചോദ്യങ്ങൾ. ഒരേ സ്ഥാപനത്തിൽ ഇത്രയധികം യോഗികൾ ഒന്നിച്ചിരിക്കുക എന്നത് സാധ്യമാണോ?
ഈ സ്ഥാപനത്തിൻ്റെ തന്നെ വല്ല പ്രത്യേകതകളും കൊണ്ടുണ്ടാകുന്നതാണോ, അതോ പഠിപ്പിക്കുന്ന രീതികളുടെ പ്രത്യേകത കൊണ്ടാണോ? ഇത്രയും പേര് ഒരുമിച്ച് എങ്ങനെ ഇരുന്ന് ഈ സാധന ചെയ്യുന്നു? ഇത്രയും സാധകർ ഒരുമിച്ച് എങ്ങനെ താമസിക്കുന്നു? എന്നാൽ ഇവിടുത്തെ അധ്യാപകർ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ളവർ പോലുമല്ലല്ലോ. അതും ചിന്ത വരാൻ തുടങ്ങി. ഇവരെ പഠിപ്പിക്കുന്നവർക്കും പ്രത്യേക ട്രെയിനിങ് ഇല്ല. ഈ അന്തരീക്ഷം തന്നെ എങ്ങനെ ഇത്ര ശാന്തി നിറഞ്ഞതായി? പരസ്പരം ഇത്രയും സ്നേഹം എങ്ങനെയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്? ഒരു വഴക്ക് പോലും തമ്മിലുണ്ടാക്കാതെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? അവിശ്വസനീയമായ ഈ വിജയത്തിന് പിന്നിൽ എന്ത് ശക്തിയാണുള്ളതെന്ന് കണ്ടുപിടിക്കാൻ ആ നേതാക്കൾ ഓരോ കാര്യവും അരിച്ച് പെറുക്കി പരിശോധിച്ചു. എങ്ങനെ ഒരു അന്തരീക്ഷം ഇവിടെ തയ്യാറായി? ഇതിൻ്റെ പിന്നിൽ എന്താ? ഇതിൻ്റെ പിന്നിലെ ശക്തി എന്താണ്? ഇത് കണ്ടുപിടിക്കാൻ നോക്കി. ആഴത്തിൽ അവലോകനം നടത്തി. പക്ഷേ അവർക്ക് യാതൊന്നും മനസ്സിലായില്ല. എങ്ങനെ ഇത് സാധിക്കുന്നു? ഒടുവിൽ കുട്ടികളുടെ പ്രശംസനീയമായ ഈ പക്വതയുടെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് അവർക്ക് തുറന്ന് തന്നെ ചോദിക്കേണ്ടി വന്നു. അവർക്ക് സ്വയം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതിനൊരു അധ്യാപിക, കുട്ടികളെ പഠിപ്പിക്കുന്ന ദാദിമാരിൽ ഒരാൾ അതിനുള്ള മറുപടി പറഞ്ഞു. തീർച്ചയായും ഇവിടെ എത്തിയ ഓരോ കുട്ടികളും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. അവർ വ്യത്യസ്തരായിരുന്നു. ചിലർ തുടക്കത്തിൽ തന്നെ കുഴപ്പക്കാരായിരുന്നു. ചിലർ വളരെയധികം കുസൃതികളും, ചിലർ എല്ലാവരിൽ നിന്നും അകന്ന് മാറി ഒറ്റപ്പെട്ട് നിന്നു. ചീത്ത ശീലങ്ങളുണ്ടായിരുന്നു ചിലരിൽ. ഞങ്ങൾക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാക്കിയിരുന്നു. ഞങ്ങൾ ബാബയുടെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ ഉപദേശം ചോദിച്ചു. ഈ കുട്ടികൾ ഞങ്ങളെ വളരെ ശല്യപ്പെടുത്തുന്നു. ഞങ്ങൾ എങ്ങനെ ഇവരെ ഹാൻഡിൽ ചെയ്യും എന്ന് ബാബയോട് ചോദിച്ചു. ബാബയുടെ ഉത്തരം വളരെ ദൃഢമായിരുന്നു. ബാബയുടെ ഉത്തരം ശ്രദ്ധയോടെ കേൾക്കണം. ഒരിക്കലും അവരെ അടിക്കരുത്. അടിക്കുന്നത് ഹിംസയാണ്, വലിയ പാപമാണ്. നേരെ മറിച്ച് അവരുടെ ഓരോ തെറ്റിലും അടങ്ങിയിരിക്കുന്ന ഉപദ്രവങ്ങളെയും നഷ്ടങ്ങളെയും പറ്റി പറഞ്ഞ് മനസ്സിലാക്കി അവരെ ബോധവാന്മാരാക്കുകയാണ് വേണ്ടത്. ബാബയുടെ ഡയറക്ഷൻ. ഓരോരുത്തരിലുമുള്ള ചീത്ത ശീലം അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കണം. അവരതിൽ നിന്ന് മാറിയാൽ അവർക്ക് കിട്ടുന്ന ആ മോശ സ്വഭാവങ്ങൾ മാറിയാൽ അവർക്കുണ്ടാകുന്ന നന്മ പറഞ്ഞ് ധരിപ്പിക്കണം. ഇത് വളരെ ശാന്തമായും ശ്രദ്ധയോടും ചെയ്യേണ്ടതാണ്. അവരുടെ ആവശ്യങ്ങൾ ന്യായയുക്തമാണെങ്കിൽ തീർച്ചയായും അവ അംഗീകരിച്ച് നടത്തിക്കൊടുക്കുകയും വേണം. ശരിയായിട്ടുള്ള രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ സ്നേഹത്തിലൂടെ അവരെ നിങ്ങൾക്ക് കീഴടക്കാനാകും. പിന്നെ നിങ്ങൾ പറയുന്നത് അനുസരിപ്പിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാക്കില്ല. തെറ്റുകൾ ചെയ്താൽ ശിക്ഷ തീർച്ചയായും ഉണ്ടാകും. ഇവിടല്ലെങ്കിൽ അവസാന വിധി ദിവസമായാലും ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്ന സത്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. കർമ്മങ്ങളുടെ നിയമങ്ങൾ ഗുഹ്യവും സൂക്ഷ്മവുമാണ്. ഈ സത്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ തെറ്റുകൾ ചെയ്യാതിരിക്കാനും സ്വയം പരിവർത്തനപ്പെടാനും അവർ ശ്രദ്ധിക്കും. എന്നാൽ ഒരിക്കലും അവരെ അടിക്കുകയോ അവരോട് മോശമായ രീതിയിൽ പെരുമാറുകയോ ചെയ്യരുത്. അവരെ സ്നേഹിക്കൂ. ആരുടെ ഡയറക്ഷൻ? ബാബയുടെ. ഇതോടുകൂടി തീർന്നില്ല. ഇനി കുട്ടികളെ എങ്ങനെ പാലിക്കണമെന്ന് ബാബയുടെ ഡയറക്ഷൻ ഇനി തുടരുന്നുണ്ട്. അടുത്ത നിർദ്ദേശം,
കുട്ടികളെ പരിപാലിക്കാൻ ബാബ കൊടുത്ത അടുത്ത വളരെ നയപരമായ ഡയറക്ഷൻ, അത് നമുക്ക് നാളെ കേൾക്കാം. ഇന്ന് മനസ്സിലായില്ലേ ബാബ നമ്മുടെ ദാദിമാരെ എങ്ങനെ വളർത്തി? ആ ഓംനിവാസിൽ പഠിച്ച കുട്ടികളാണ് നമ്മുടെ ഇഷുദാദി, ബാംഗ്ലൂരിലെ സർല ദാദി, ഗുൽസാർ ദാദി, ഇവരെല്ലാവരും അല്ലേ? ആലോചിച്ച് നോക്കൂ, എത്ര ദാദിമാരെയാണ് ബാബ അവിടുന്ന് തയ്യാറാക്കിയത്. അപ്പം ഇന്ന് നമ്മൾ കേട്ട ബാബയുടെ ഈ ചരിത്രത്തിൽ നിന്ന് ഒന്ന്, ഭക്ഷണത്തിൽ നമ്മൾ ബാബയുടെ ഓർമ്മയിലിരുന്ന് സംസാരിക്കാതെ കഴിക്കണം. കൊച്ചുകുട്ടികളത് പാലിച്ചു, അപ്പം നമ്മൾ പാലിക്കണ്ടേ? രണ്ടാമത്തെ ഒരു ധാരണ കൂടി നമുക്കെടുക്കാം. ബാബയുടെ കുട്ടികളായ അവർ 60-70 കുട്ടികൾ പല വീടുകളിൽ നിന്നുള്ളവരാണെങ്കിൽ പോലും തമ്മിലൊരിക്കലും പിണങ്ങുകയോ കലഹിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. വളരെ അടുക്കും ചിട്ടയോടും കൂടി അവർ ജീവിച്ചു. നമ്മളും എവിടെ ജീവിക്കുന്നു? ആരുടെ കൂടെയാണെങ്കിലും, അത് ബി കേസാണെങ്കിലും നോൺ ബി കേസിനോടൊപ്പമാണെങ്കിലും, എവിടെ നമ്മൾ ജീവിക്കുകയാണെങ്കിലും, വീട്ടിലും ജോലിസ്ഥലത്തും അയൽക്കാരോടൊപ്പവും ബാബയുടെ മക്കളായ നമ്മൾ ആരെങ്ങനെയുള്ളവരാണെങ്കിലും നമുക്ക് ബാബ നൽകുന്ന ഈ ശ്രീമതപ്രകാരം ഇത്രയും ചെറിയ കുട്ടികൾക്ക് ഇത്രയും അണ്ടർസ്റ്റാൻഡിങ്ങിൽ വിവേകത്തോടെ ജീവിക്കാൻ പറ്റിയെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാം ബാബയുടെ കുട്ടികൾക്ക് അവശ്യം ഇത് ചെയ്യാൻ കഴിയും. നമുക്കും ഈ ശ്രേഷ്ഠമായ പഠിപ്പ്, ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഠിപ്പിലൂടെ വളരെ നല്ല മാതൃകാപരമായ ആത്മീയ സ്നേഹത്തോടു കൂടിയ ഒരു വ്യവഹാരം കൊണ്ടുപോകാം. ആ സങ്കല്പം ബാബയ്ക്ക് മുന്നിൽ എടുക്കും. ഓരോ ദിവസവും ഓരോ വ്രതമായിരിക്കണം. ഓ